Hi everyone, it's me Rahul. Welcome to my Internet FX my YouTube channel. So നമുക്ക് നാളെ 1st April ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ എക്കണോമിക് ഇയർ എന്ന് പറയുന്നത് ഒരു പുതിയ വർഷം നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നാളത്തേക്കുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സോ നിഫ്റ്റി അറൗണ്ട് 22,331 ഏകദേശം 6,000 7,000 പോയിന്റ് ഫ്രം ദ ഹൈ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത്. ആൻഡ് നമ്മൾ വേൾഡ് മാർക്കറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 449 പോയിൻറ്റ്സ് ഹൈയിലാണ്. സോ ഗ്യാപ്പ് അപ്പിലാണ് ഡൗ ജോൺസ് ഇന്ന് രാവിലെ ഓപ്പൺ ആയിട്ടുള്ളത് അമേരിക്കയിൽ. ആൻഡ് S&P 500 ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആൻഡ് നാസ്ഡാക്ക് ഗ്യാപ്പ് അപ്പിലാണ്. നിക്കി ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. UK മാർക്കറ്റും പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. ഡാക്സ് ഓക്കെ. സോ കൊറിയ ഒഴിച്ച് ബാക്കി എല്ലാ മാർക്കറ്റും ഏഷ്യൻ കൺട്രീസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മാർക്കറ്റും ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഏകദേശം 22,500 അതായത് നമ്മുടെ നിഫ്റ്റിയെക്കാട്ടി ഏകദേശം ഒരു 264 പോയിൻറ്റ്സ് മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബുള്ളിഷിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് 23,000 എന്ന ഈ ഒരു മേജർ റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി എന്ന് ഹോൾഡ് ചെയ്യുന്നോ അതുവരെ നമ്മൾ സ്റ്റിൽ എന്തായിരിക്കും അറൗണ്ട് 23,000 എബോ, അതായത് 23,000 മുകളിൽ നിഫ്റ്റി വരുന്നവരെ നമ്മൾ സ്റ്റിൽ നമ്മുടെ വ്യൂ ബിയറിഷ് ആയിരിക്കും. ഓക്കെ. സോ നമുക്കറിയാം ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റിൽ സോ ആസ് പെർ SMC കൺസെപ്റ്റ് ഇവിടെ എല്ലാം ലിക്വിഡിറ്റി സോൺസ് ആണ്. അതായത് ഇവിടുന്ന് സെല്ല് ചെയ്ത് വെച്ചവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ ഈ ഹൈസിലെല്ലാം ഉണ്ടാവും. ഓക്കെ. സോ നാളെ മാർക്കറ്റ് ഒബ്വിയസ്ലി ഗ്യാപ്പ് അപ്പിലാവുമ്പം ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം അത് ഹണ്ട് ചെയ്യും. സോ മാർക്കറ്റ് ഐ എക്സ്പെക്റ്റഡ് മൂവ് ഫ്രം ഹിയർ. ഓക്കെ. ഇവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടം വരെ 22,751. സോ ഇവിടുന്ന് നമുക്ക് സെൽ ഓൺ ദ റൈസ് നമുക്ക് നോക്കാം. ഓക്കെ. സെൽ ഓൺ ദ റൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ ഓൺ ദ റൈസ് നോക്കാം. സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട് ചെറിയ. സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സെൽ ഓൺ ദ റൈസ് നോക്കാം. സോ ഇതിന് മുകളിൽ മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് താഴോട്ട് വീഴാം. 22,800 താഴോട്ട് വീഴാം. സോ ഐ പ്രിഫർ ദിസ് സോൺ. ഓക്കെ. 22,755 ഈ ഒരു ഏരിയ ഈ ഒരു സോണായിട്ട് തന്നെ എടുക്കാം. ഈ ഒരു സോണിൽ നിന്ന് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനോട് ഹൈറ്റ്സ് തന്നെ ഈ ഒരുപാട് മുകളിൽ നിന്ന് തന്നെ മാർക്കറ്റിനെ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാം മാർക്കറ്റിനെ. അതല്ല അന്ന് മാർക്കറ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ട് നമ്മൾ ഈ ഒരു സോണിൽ നിന്ന് മൊത്തം ഈ ഒരു സോൺ ആരും നമ്മൾ ബുള്ളിഷ് ആവുന്നില്ല. ഓക്കെ. നമ്മൾ ഒരു സ്കാൽപ്പ് ട്രേഡ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ് ടു ദീസ് ഏരിയ, ഒരു ബൈയിങ് ട്രേഡ്. ബട്ട് ഒരു ഡയറക്ഷൻ ട്രേഡ് നമ്മൾ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? സെല്ലിംഗ് സൈഡിലോട്ടായിരിക്കും, മുകളിലോട്ടായിരിക്കത്തില്ല. നമ്മൾ സെല്ലിംഗ് സൈഡിലോട്ടായിരിക്കും ചെയ്യുന്നത്. സോ ഡയറക്ഷൻ ട്രേഡ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു സ്കാൽപ്പ് ട്രേഡ്, ഒരു ക്വിക്ക് സ്കാൽപ്പ് അങ്ങനെയുള്ള ട്രേഡ് മാത്രമേ നമ്മൾ ബൈ സൈഡിലോട്ട് നോക്കത്തുള്ളൂ ആസ് പെർ നമ്മുടെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട്. ഓക്കെ. ആൻഡ് 23,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ കണ്ട പോലെ ഒരു അപ്പ് മൂവ്മെൻറ്റ് വീണ്ടും മുകളിലോട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അല്ലെങ്കിൽ ഒരു പാർഷ്യലി നമ്മൾ ഒരു ചെറിയൊരു ബുള്ളിഷ് വ്യൂ നമുക്ക് വെക്കാം. ആൻഡ് IV നമ്മൾ നോക്കുകയാണെങ്കിൽ IV ഒക്കെ ഒരുപാട് കൂടുതലാണ്. സോ IV ഇത്രയും കൂടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ അറിയാം. IV ഇത്രയും കൂടുന്നത് കോവിഡ് ടൈമിനൊക്കെ ആയിരുന്നു IV ഇത്രയും കൂടിയിട്ടുള്ളത്. സോ സംതിങ് ബിഗ് ഹാപ്പൻ. ഒന്നെങ്കിലും മുകളിലോട്ടൊരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹെവി ക്രാഷ് താവോട്ട് ഇനിയും സംതിങ് ഒന്നും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ക്രാഷ് തന്നെ ആയിരിക്കും ചാൻസ് കൂടുതൽ. ഐ ഡോണ്ട് നോ വാട്ട്. കാരണം ഒരു ഇവൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. സോ ബട്ട് ഐ നോ ദ പ്രൈസ് ആക്ഷൻ വെരി വെൽ. സോ മൈ സെല്ലിംഗ് സോൺ ഇതാണ്, നിങ്ങൾ നോക്കി വെച്ചോ. സോ ദിസ് ഈസ് മൈ ചാർട്ട്. ഇതാണ് നമ്മുടെ ചാർട്ട്. നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള 22,824 താഴെ 22,284 താഴെ 22,753, 21,984, 21,752, 21,752, 21,984, 22,073 ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്സ്. ബട്ട് വി പ്രിഫർ സെൽ ഓൺ ദ റൈസ്. കാരണം നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ നാളെ സെൽ ഓൺ ദ റൈസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് 23,000 മുകളിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ. ആൻഡ് നമ്മൾ 50 മിനിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്ത ട്രേഡ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ട്രേഡ് ആയിരുന്നു. സോ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക്
ഇത്രയും കൂടുതൽ ഐ തിങ്ക് ഒരു ഫ്രീ ആയിട്ട് ഉള്ള കാര്യങ്ങളും ഈ രണ്ട് മൂവ്മെൻറ്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ദിവസമായിരുന്നു 27-ാം തീയതി, ഇത് എന്നായിരുന്നു 30-ാം തീയതി. ഈ രണ്ട് മൂവ്മെൻറ്റും എസ് ബി ഐ കാർഡ്സിൽ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇവിടെ നിന്ന് എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതേപോലത്തെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു മാസം 2,000, 2,000, 3,000 ഒക്കെ പെയ്ഡ് ചെയ്തിട്ടുള്ള പ്രീമിയം ഗ്രൂപ്പിൽ മാത്രമാണ് കിട്ടുന്നത്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. യു ക്യാൻ ജോയിൻ ദെയർ. കാരണം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുമിച്ച് വളർത്താം. ഇതിനകത്ത് ഒരു പെയ്ഡ് സംതിങ് ഒന്നുമില്ല. ഫുള്ളി ഫ്രീ കേരള ഫസ്റ്റ് പ്രീമിയം വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. യു ക്യാൻ ജോയിൻ ദെയർ ആൻഡ് ട്രേഡ് ടുഗദർ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എഡ്യൂക്കേഷണലായ കണ്ടൻറ്റ് അവിടെ ലഭിക്കും. ആൻഡ് ഫ്രീ ഇതേപോലെ ട്രേഡ്സും കാര്യങ്ങളും അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് പിന്നെ നമ്മൾ ചെയ്തത് AU ബാങ്കിലാണ്. നിങ്ങൾക്കറിയാം AU ബാങ്ക്, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇതിൻ്റെ ചാർട്ട്സും കാര്യങ്ങളൊക്കെ ഞാനിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. AU ബാങ്കിലും നമ്മൾ ഈ ഒരു ഫാള് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. AU ബാങ്കിലും അല്ലേ, AU ബാങ്കിൽ നമ്മൾ ഏകദേശം ഇവിടുന്ന് തന്നെ ഇതിനെ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫാള് നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഐ തിങ്ക് കല്യാൺ ജ്വല്ലേഴ്സ്. ഓക്കെ, കല്യാൺ ജ്വല്ലേഴ്സ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സിലും ഈ ഒരു ഫാള് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫാള് മൊത്തം നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ONGC രാവിലെ ട്രേഡ് ഇട്ടുണ്ടായിരുന്നു. ONGC ബട്ട് അതൊരു ബ്രേക്ക് ഇവനിൽ നിൽക്കുകയായിരുന്നു ചെയ്തത്. ഒരു ബ്രേക്ക് ഇവൻ ആയിരുന്നു ONGC. അതായത് ലാഭമില്ല നഷ്ടമില്ല ആ ഒരു സെൻറ്റിമെൻറ്റ്സിലായിരുന്നു ONGC ലാസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് തന്നെ തിരിച്ചു വരാം. സോ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ട്രേഡ് വിത്ത് ഡിസിപ്ലിൻ, സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ട്രേഡിങ് ചെയ്യാതിരിക്കുക. ആൻഡ് ഫസ്റ്റ് ലേൺ ട്രേഡിങ് ആൻഡ് ഏൺ മണി ഫ്രം ദ ട്രേഡിങ്. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.